ഹായ് ഓൾ, വീണ്ടും ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ ഡിസ്കഷനുമായിട്ടാണ്. LP ഇന്റർവ്യൂ 2025 ഫെബ്രുവരിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ ചോദിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ എന്നത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഡിസ്കഷൻ എന്ന് പറയാൻ കാരണം തീർച്ചയായിട്ടും ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം തന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്നും വ്യത്യസ്തമായി ഉത്തരങ്ങൾ പറയാനായിട്ട് അറിയൂ. എന്നേക്കാൾ മികച്ചതായ ഉത്തരം പറയാൻ കഴിവുള്ള വ്യക്തികളും നിങ്ങളുടെ ഇടയിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ആശയങ്ങൾ കൂടുതൽ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുന്ന ഉത്തരങ്ങൾ, അതെല്ലാം ഞാൻ പറയുന്ന ആശയത്തേക്കാൾ കൂടുതൽ ആശയങ്ങൾ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അവ രേഖപ്പെടുത്താവുന്നതാണ്. ഏവർക്കും PSC ലൈഫ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഇതേപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതുമായ ചോദ്യങ്ങളാണ് ഞാൻ അധികം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചിഹ്നങ്ങൾ ഉറപ്പിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചോദിച്ച് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ആവർത്തിക്കുക എന്നുള്ളതാണ് ചിഹ്നങ്ങൾ ഉറപ്പിക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആവർത്തിച്ച് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ മാത്രമേ കുട്ടികൾക്ക് ചിഹ്നങ്ങൾ അത് അവരുടെ മൈൻഡിൽ കയറുള്ളൂ. അത് പാട്ടുകളിലൂടെ ആകാം, അക്ഷര കാർഡുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ഗെയിംസിലൂടെ ആകാം. അതുപോലെ തന്നെ ചിഹ്നങ്ങൾ നമുക്ക് ഏറ്റവും രസകരമായിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ചിഹ്നങ്ങളില്ലാത്ത അക്ഷരങ്ങൾ നമുക്കൊരു സൈഡിൽ നമുക്ക് ബോർഡിൽ ചെയ്യാവുന്ന ഒരു ഗെയിമാണ്. ചിഹ്നങ്ങളൊന്നുമില്ലാതെ ഒരുപാട് അക്ഷരങ്ങൾ ഒരു സൈഡിൽ നമുക്ക് എഴുതാം, അപ്പുറത്ത് ഒരുപാട് ചിഹ്നങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം. ഇത് കുട്ടികളോട് നമുക്ക് ആവശ്യപ്പെടാം. ഈ ചിഹ്നങ്ങളും ഇപ്പുറത്തുള്ള അക്ഷരങ്ങളും, ഫസ്റ്റ് ബോക്സിലുള്ള അക്ഷരങ്ങളും സെക്കൻഡ് ബോക്സിലുള്ള ചിഹ്നങ്ങളും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാക്കുകൾ നിർമ്മിക്കാമെന്ന്. ഏറ്റവും കൂടുതൽ വാക്കുകൾ നിർമ്മിക്കുന്ന കുട്ടികൾക്ക് ചെറിയ സമ്മാനങ്ങൾ നൽകാം. ഏറ്റവും ഇഫക്റ്റീവായിട്ട് ചിഹ്നങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഗെയിമാണിത്. പലപ്പോഴും ഞാൻ ക്ലാസ്സിൽ ഉപയോഗിക്കാറുള്ളതാണ്. തീർച്ചയായിട്ടും അവർക്ക് തന്നെ അവർ കുറേ വേർഡ്സ് വെച്ച് ഈ ചിഹ്നങ്ങളും വെച്ച് അവർ തന്നെ നോക്കും, മാച്ച് ചെയ്യുന്നുണ്ടോ, ഇങ്ങനൊരു വാക്കുണ്ടോ. എന്നിട്ട് നമ്മളെ വിളിച്ച് ചിലപ്പോൾ ചോദിക്കും അവർ, ഇങ്ങനൊരു വാക്കുണ്ടോ ടീച്ചർ, ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ എഴുതാൻ പറ്റുമോ. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. കാരണം അവർ അത്രയും എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് വളരെ എഫക്റ്റീവാണ്. ആ ഒരു ഗെയിം നമുക്കിവിടെ ചിഹ്നങ്ങൾ ഉറപ്പിക്കാനായിട്ട് കുട്ടികൾക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. മറ്റൊന്നാണ് ICT എന്ന് പറയുന്നത്. ICTയിൽ ഇതുപോലെ വെറൈറ്റി ഗെയിംസ് ഇഷ്ടം പോലെ നമുക്ക് ലഭ്യമാണ്. തീർച്ചയായിട്ടും ഗെയിംസിലൂടെയും ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഞാൻ പറഞ്ഞു, ആവർത്തിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെയുമാണ് ചിഹ്നങ്ങൾ കുട്ടികളിൽ ഉറക്കുകയുള്ളൂ. അപ്പം ഇത്തരം ആക്ടിവിറ്റീസൊക്കെ നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം. മറ്റൊന്ന് RMSA, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ, സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒന്നാണ് RMSA എന്ന് പറയുന്നത്. അതിപ്പോൾ ലയിച്ചു, നമ്മുടെ SSKയിൽ ലയിച്ചു. അപ്പോൾ RMSA എന്താണ്, ജസ്റ്റ് അതിൻ്റെ ഒരു ഫുൾ ഫോമാണ് ചോദിച്ചിട്ടുള്ളൂ. RMSA, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. മറ്റൊരു ചോദ്യം, കേരളത്തിൻ്റെ ഇന്നലകൾ എന്ന പുസ്തകം ആരുടേതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. KN ഗണേഷ് എഴുതിയ പുസ്തകമാണ് കേരളത്തിൻ്റെ ഇന്നലകൾ എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് അത് ഏതെല്ലാം പുസ്തകങ്ങളിൽ നിന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് ആശയങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ ബേസ് ചെയ്ത് അവിടെ നമുക്ക് നമ്മുടെ ഹാൻഡ് ബുക്കിൻ്റെ ബാക്കിലായിട്ട് റെഫർ ചെയ്ത പുസ്തകങ്ങൾ കാണാം. തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് നോക്കി പോവുക. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് ഡിഗ്രി ഒക്കെ എടുത്തവർ അതൊന്ന് നോക്കി പോവുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ഒരുപാട് ചോദിച്ചു വരുന്നുണ്ട്. അത്തരം ചോദ്യങ്ങളിൽ ഒന്നാണ് കേരളത്തിൻ്റെ ഇന്നലകൾ എന്ന പുസ്തകം ആരുടേതാണ് എന്ന ചോദ്യം. മറ്റൊരു ചോദ്യം, ഗണിത ചിഹ്നങ്ങൾ ഉറപ്പിക്കാനായിട്ട് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ. തീർച്ചയായിട്ടും കാർഡ്സ് വെച്ചിട്ടുള്ള ഗെയിംസ്, ഗണിത ചിഹ്നങ്ങൾ അതായത് സങ്കലനം, വ്യവകലനം ഇതൊക്കെ ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ മലയാള ചിഹ്നങ്ങൾ പറഞ്ഞ അതേ ഉത്തരം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. തുടർച്ചയായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ കുട്ടികളിൽ ഈ ചിഹ്നങ്ങൾ ഉറക്കുള്ളൂ. 1-2 ദിവസം പഠിപ്പിച്ചുകൊണ്ട് കുട്ടിക്ക് ഒരിക്കലും
ആ ഒരു ചിഹ്നങ്ങൾ ബൈഹാർട്ട് ആവില്ല, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ നിൽക്കില്ല. തുടർച്ചയായിട്ട് പ്രവർത്തനങ്ങൾ, ഇപ്പോൾ സങ്കലനം കഴിഞ്ഞു, വ്യവകലനത്തെ പറ്റിയിട്ട് ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ഇടയിൽ ആ വ്യവകലനത്തിന്റെ ക്ലാസ് കഴിഞ്ഞാൽ സങ്കലനത്തെ പറ്റിയുള്ള രണ്ട് മൂന്ന് കണക്കുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അവരെ കൊണ്ട് ചെയ്യിക്കുക. അത് നമുക്ക് ആക്ടിവിറ്റീസ് ഗെയിം പോലെയോ അങ്ങനെ എന്തെങ്കിലും ആയാലും മതി, പക്ഷെ അത് ചെയ്യിക്കുക. എങ്കിൽ മാത്രമേ അവരുടെ ഉള്ളിൽ സങ്കലനം വ്യവകലനം പെട്ടെന്ന് അവരെല്ലാം അടിച്ചേൽപ്പിക്കുന്ന പോലെയോ അതല്ലെങ്കിൽ. അപ്പൊ അതിനുവേണ്ടി ഒരുപാട് ഗെയിംസ് ഉണ്ട്. മലയാളത്തിൽ പറഞ്ഞ പോലെയുള്ള ഒരുപാട് ഗെയിംസ്, കാർഡ്സ് വെച്ചിട്ടും അതുപോലെ മുത്തുകൾ വെച്ചിട്ട് മഞ്ചാടിക്കുരു വെച്ചിട്ട് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത്തരം ഗണിത ചിഹ്നങ്ങൾ ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് CE അതുപോലെ CCE കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്നതും കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. അത് CE CCE എന്നത് എന്താണെന്ന് വ്യക്തമാക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറയേണ്ടത് CE എന്നത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണെന്നും CCE എന്നത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ആണെന്നുമാണ്. ഇത് അക്കാഡമിക് ആയിട്ടുള്ള നിലവാരം നിരന്തരമായിട്ട് വിലയിരുത്തുക എന്നതാണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൽ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അത് കണ്ടിന്യൂസ് ആയിട്ട് വിലയിരുത്തുന്നു. CCE അതായത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അക്കാഡമിക് ആയിട്ടും കോ കരിക്കുലർ ആക്ടിവിറ്റീസും അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വിലയിരുത്തലാണ് CCE എന്നത്. കൂടുതൽ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് CCE ആണ്. CE നമ്മൾ നോക്കുന്നുണ്ടില്ല, ചെയ്യുന്നില്ല എന്നല്ല പറഞ്ഞത്. കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ CCEക്കാണ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. കവിത ആസ്വദിക്കുക എന്നതിലൂടെ കുട്ടി നേടുന്ന ഒരു കഴിവ് എന്താണ്, അല്ലെങ്കിൽ അതിലൂടെ കുട്ടിക്ക് എന്തൊക്കെ ലഭിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കവിതയുടെ വിവിധ ഘടകങ്ങൾ അറിയുക എന്നതാണ് കവിതയെ ആസ്വദിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കവിതയെ കവിത എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെ പ്രത്യേകതയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കവി എഴുതുന്നതാണ് കവിത. കവിതകൾ ഓരോന്നും വ്യത്യസ്തമാവുന്നത് ആ കവി വളർന്ന സാഹചര്യം അല്ലെങ്കിൽ ആ കവി നേരിടുന്ന സാഹചര്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. മലയാളം കവിതയും ഇംഗ്ലീഷ് കവിതയും ഡിഫറെൻ്റ് ആകാനുള്ള കാരണം അതാണ്. കേരളത്തിലെ ഒരു കൾച്ചറല്ല ഇംഗ്ലീഷ് കവിത എഴുതുന്ന ആ പ്രദേശത്തെ കൾച്ചർ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് എളുപ്പം മനസ്സിലാവുക മലയാളം കവിതകളായിരിക്കും, കാരണം ആ ഒരു കൾച്ചറാണ് അവർ കണ്ടിട്ടുള്ളത്. ഇംഗ്ലീഷ് കവിതകൾ എന്ന് പറയുമ്പോൾ അതവർ കാണാണ്ട് പഠിക്കുമായിരിക്കും, പക്ഷെ അതിൻ്റെ കൾച്ചർ അതിലേക്ക് അവർക്ക് ആ ഒരു കൾച്ചറിനെ അറിയണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ആ ഒരു കാലഘട്ടം അതുപോലെ തന്നെ ആ ഒരു സാമൂഹ്യ ജീവിതം ഇതിനൊക്കെ പറ്റി അറിഞ്ഞാലാണ് അവർക്ക് ആ ഒരു കവിതയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കവിത ആസ്വദിക്കുക എന്ന് പറയുന്നത് സംസ്കാരങ്ങളെ അറിഞ്ഞുകൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇത് എനിക്ക് ഡിഗ്രി ബേസ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്കിൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാം ഇംഗ്ലീഷ് മലയാളം ഇതൊക്കെ ഡിഗ്രി എടുത്തവർക്ക് ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. SMC അത് എത്ര നാൾ കൂടുമ്പോഴാണ്? സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് SMC. അത് എത്ര നാൾ കൂടുമ്പോഴാണ് അത് ചേരുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടാവുക എന്നുള്ളത്. ഞാനത് അന്വേഷിച്ചപ്പോൾ 2 മാസം എന്നാണ് ഉത്തരം കിട്ടിയത്. കറക്റ്റ് ആണോ എന്നറിയില്ല. നിങ്ങൾക്ക് അതിനൊക്കെ ആക്യുറേറ്റ് ആയിട്ട് വേറൊരു ഉത്തരമാണ് എങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഈ ഒരു ചോദ്യം റിപ്പീറ്റഡ് ആയി വന്നതുകൊണ്ടും ഞാൻ അന്വേഷിച്ചപ്പോൾ ലഭിച്ച ഉത്തരം 2 മാസം കൂടുമ്പോഴാണ് SMC സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചേരേണ്ടത് എന്നാണ്. എല്ലായിടത്തും ചേരുന്നുണ്ടോ എന്നല്ല, ചേരേണ്ടത് 2 മാസം കൂടുമ്പോൾ ആണ് എന്നാണ്. അത് സ്കൂളിന്റെ ഡെവലപ്മെന്റ് പ്ലാൻ തയ്യാറാക്കുക, ഇതിന്റെ കാര്യങ്ങൾ കൂടി ചോദിച്ചിട്ടുണ്ട്. SMC എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്കൂളിന്റെ ഡെവലപ്മെന്റ് പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് SMCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ വിദ്യാഭ്യാസ മികവ് നേടിയെടുക്കാനായിട്ട് സാമൂഹിക പങ്കാളിത്തത്തോടെ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിൽ മികവ് നേടിയെടുക്കുക എന്നുള്ളൊരു ചർച്ച ഈ SMCയിൽ ഉയർന്നു വരാറുണ്ട്. സമൂഹത്തെ കൂടി സ്കൂൾ വികസനത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ് SMC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി എന്നത് സ്കൂളിലുള്ള
ടീച്ചേഴ്സും അതുപോലെ തന്നെ പാരൻസും മാത്രമായിട്ട് ആ സ്കൂളിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതല്ല. അത് തീർച്ചയായിട്ടും PTA ആണ് ചെയ്യുന്നത്. SMC എന്ന് പറയുമ്പോൾ അത് സമൂഹത്തെ കൂടി ഉൾപ്പെടുത്തി സ്കൂൾ എങ്ങനെ വികസിപ്പിക്കാം എന്ന് ചർച്ച ചെയ്യുകയും അതിന് എന്തെല്ലാം സമൂഹത്തിന് കൂടി ചെയ്യാം എന്ന് കൂടി ചർച്ച ചെയ്ത് അങ്ങനെ സമൂഹത്തെ ഉൾപ്പെടുത്തുക, സ്കൂൾ വികസനത്തിന് സമൂഹത്തെ ഉൾപ്പെടുത്തുക എന്നതാണ് SMC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ ഒരു ദൗത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ കുട്ടികളെയും വിദ്യാലയത്തിൽ എത്തിക്കുക എന്നൊരാശയം കൂടി SMCക്കുണ്ട്. അത് നമ്മുടെ കേരളത്തില് എല്ലാ കുട്ടികളും സ്കൂളിൽ എത്തുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അതിന് പ്രാധാന്യമില്ല എങ്കിൽ പോലും SMCയുടെ ഒരു ദൗത്യമാണ് എല്ലാ കുട്ടികളെയും വിദ്യാലയത്തിൽ എത്തിക്കുക എന്നുള്ളത്. മറ്റൊന്നാണ് CPTA എന്നത്. CPTA തീർച്ചയായിട്ടും ഓരോ മാസത്തിലും ചേരേണ്ട ഒന്നാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. CPTA എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മാസം കൂടുമ്പോഴാണ് CPTA ചേരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു മാസമാണ് CPTAയുടെ ഒരു കാലയളവ്. അതുപോലെ PTA എന്ന് പറയുന്നത് പാരൻസ് ടീച്ചേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ്. ഇത് 2 മാസം കൂടുമ്പോൾ തന്നെയാണ് PTA ചേരേണ്ടത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പാഠ്യേതര പ്രവർത്തനങ്ങൾക്കൊരു പിന്തുണ നൽകുക എന്നുള്ളതാണ് PTAയുടെ ലക്ഷ്യം. അതിൽ കൂടുതൽ, അതായത് അതിൽ ഈ PTA എന്ന് പറയുമ്പോൾ പാരൻസും ടീച്ചേഴ്സും ആണ്. അതിൽ വേറെ അംഗങ്ങൾക്കൊന്നും വേറെ ഒരു വ്യക്തിക്കും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. HM അതുപോലെ ആ സ്കൂളിലെ ടീച്ചേഴ്സ്, പാരൻസ് അവർ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാമാണ് ഉയർച്ചയ്ക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിനുവേണ്ടി PTA മെമ്പേഴ്സ് അവരുടെ പൂർണ്ണ പിന്തുണ ടീച്ചേഴ്സിനും കുട്ടികൾക്കായിട്ട് നൽകുകയും ചെയ്യുന്നു. അതുപോലെ PTA ജനറൽ ബോഡി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ PTA ജനറൽ ബോഡി എന്ന് പറയുന്നത് ഇയർലി ഒരു 3 പ്രാവശ്യം കൂടണമെന്നാണ് പറയുന്നത്. PTA കൂടുന്നത് 2 മാസത്തിൽ കൂടാം. പക്ഷെ PTA ജനറൽ ബോഡി എന്ന് പറയുന്നത് 3 പ്രാവശ്യം, ഇയർലി 3 പ്രാവശ്യമെങ്കിലും ചേരേണ്ടതാണ്. മറ്റൊരു ചോദ്യം ലാംഗ്വേജ് ഗെയിംസിനെ പറ്റിയിട്ടാണ് മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ലാംഗ്വേജ് ഗെയിംസ്, എന്തിനാണ് ലാംഗ്വേജ് ഗെയിംസ് എന്നൊക്കെയാണ്. അത് അധികം ഇംഗ്ലീഷ്, മലയാളം എല്ലാം ഉൾപ്പെടുത്താം. നമുക്ക് ഇംഗ്ലീഷിലെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇംഗ്ലീഷിലാണ് അധികം ചോദിച്ച് കണ്ടത്. ഇത് ഇംഗ്ലീഷിലുള്ള ഡിഗ്രി എടുത്തവരോട് മാത്രമല്ല കേട്ടോ ചോദിച്ചത്, അല്ലാത്തവരോടും ചോദിച്ച ചോദ്യമാണ് ലാംഗ്വേജ് ഗെയിംസ്. എങ്ങനെയാണ് ഇംഗ്ലീഷിന്റെ പഠനത്തിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൂടി വരുന്നത് കാരണമായിരിക്കാം എല്ലാവരോടും ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഗെയിംസിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാം. ലാംഗ്വേജ് ഗെയിംസിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഷൈ ആയിട്ടിരിക്കുന്ന പീപ്പിൾ, അതായത് ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുമ്പോൾ കുറെ പേർക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ, ഷൈ ആയിട്ടുള്ള കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്, എല്ലാ കഴിവുകളും വികസിക്കുന്ന തരത്തിലുള്ള ഗെയിംസ് നമ്മൾ ഓർഗനൈസ് ചെയ്യുക. അപ്പൊ ഇത് 4 കഴിവുകളും കുട്ടികളെ വികസിപ്പിക്കാനായിട്ട് ഇത് യൂസ്ഫുൾ ആകും. അതുപോലെ തന്നെ ലാംഗ്വേജ് ഗെയിംസിലൂടെ ഒരു ടാർഗറ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജിനെ പഠിക്കാനായിട്ട്, നമ്മൾ ഇംഗ്ലീഷിനെയാണ് ഇവിടെ എടുക്കുന്നത് എങ്കിൽ ആ ഒരു ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിനെ, അതാണ് നമ്മുടെ ടാർഗറ്റ് ലാംഗ്വേജ്, ആ ലാംഗ്വേജിനെ പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ലാംഗ്വേജ് ഗെയിംസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കുട്ടികളുടെ വെക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ലാംഗ്വേജ് ഗെയിംസ് യൂസ്ഫുൾ ആണ്. ക്ലാസ് റൂം ഒരുപാട് ലൈവ്ലി ആവും. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരുമാതിരി ചത്ത പോലെയാണ് അല്ലേ. എപ്പോഴും ടീച്ചർ മാത്രം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും, കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാലായി എന്നുള്ളൊരവസ്ഥയാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്ലാസ് റൂമിനെ കുറച്ചുകൂടി ലൈവ്ലി ആക്കാനായിട്ട് ലാംഗ്വേജ് ഗെയിംസ് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. കുട്ടികളുടെ ഇടയിൽ തന്നെ നല്ലൊരു കോപ്പറേഷൻ, അതുപോലെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇതൊക്കെയാണ് ലാംഗ്വേജ് ഗെയിംസ് വരുമ്പോഴുള്ള ഇംഗ്ലീഷ് ക്ലാസ്സിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ക്ലാസ്സിൽ വരുന്ന ഇമ്പോർട്ടൻസ്, അതല്ലെങ്കിൽ ഒരു വ്യത്യാസം. അറിയാതെ തന്നെ മറ്റൊരു ഭാഷ കുട്ടികൾ പഠിക്കുകയാണ്. അത് ബാക്കി കുട്ടികളുടെ സഹായത്തോടു കൂടി ആവുമ്പോൾ
അവരത് അറിയുന്നില്ല അവരൊരു ഭാഷ പഠിക്കുന്നത് എന്ന്. അതായത് നമ്മൾ ലേൺ ചെയ്യല്ല ചെയ്യുന്നത്, അക്വയർ ചെയ്യാണ് ചെയ്യുക. ലാംഗ്വേജ് ഗെയിംസിലൂടെ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുമ്പോൾ അത് അക്വയറിംഗ് ആണ്, ലേണിംഗ് അല്ല. ലേണിംഗ് എന്ന് പറയുമ്പോൾ പഠിക്കാനായിട്ട് പഠിക്കുകയാണ്. അത് ഓൾറെഡി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ലേണിംഗ് എന്താണ്, അക്വിസിഷൻ എന്താണെന്നുള്ളത്. ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അത് പഠിക്കാനായിട്ട് പഠിക്കുകയാണ്. അക്വിസിഷൻ എന്ന് പറയുമ്പോൾ കുട്ടികൾ അറിയാതെ അങ്ങോട്ട് പഠിച്ചു പോവാണ്. ഇപ്പോൾ ഈ ലാംഗ്വേജ് ഗെയിംസ് എന്നുള്ളത് കുട്ടികൾക്ക് ലാംഗ്വേജ് അക്വിസിഷൻ നടക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ്. ഓക്കെ, ഇനി നമുക്ക് സ്പീക്കിംഗ് ഗെയിംസ് ഉണ്ട്, സ്പെല്ലിംഗ് ഗെയിംസ് ഉണ്ട്, റീഡിംഗ് ഗെയിംസ് ഉണ്ട്, റൈറ്റിംഗ് ഗെയിംസ് ഉണ്ട്, ഗ്രാമർ ഗെയിംസ് ഉണ്ട്, വൊക്കാബുലറി ഗെയിംസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ലാംഗ്വേജ് ഗെയിംസിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് കോൺവെർസേഷൻ ഗെയിംസ്. ഇത്തരം ഗെയിംസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്കിതൊക്കെ പറയാം. സ്പീക്കിംഗ്, സ്പെല്ലിംഗ്, റീഡിങ്, റൈറ്റിംഗ്, കോൺവെർസേഷൻ, അതുപോലെ റിഡിൽസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാമർ ഗെയിംസും വൊക്കാബുലറി ഗെയിംസും. അതിൽ സ്പീക്കിംഗ് ഗെയിംസ് നമുക്കൊരു 2ാം ക്ലാസ്സിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഗെയിംസാണ് സ്പീക്കിംഗ് ഗെയിംസ്. 1ാം ക്ലാസ്സിൽ അത്ര എഫക്റ്റീവ് ആകും എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ 1ാം ക്ലാസ്സിലത്തെ സാധാരണ ചോദിക്കുന്നില്ല, 2, 3, 4 ഒക്കെയാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം പറയാൻ പറ്റും. ആനിമൽ സൗണ്ട്സ് മേക്ക് ചെയ്യുക, അത് എന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറയാം. അത് സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്. 4ാം ക്ലാസ്സിൽ നമുക്ക് 4ാം ക്ലാസ്സിൽ തന്നെ ആനിമൽ സൗണ്ട്സിനെ പറ്റി പഠിക്കാണ്ട്. അപ്പൊ അത് ഗെയിമായിട്ട് എടുക്കാം. ഓരോ കുട്ടികൾ ആനിമൽ സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്യുന്നു, മറ്റു കുട്ടികൾ അത് ഏതാണ് അനിമൽ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. മറ്റൊന്നാണ് ലാഡർ ഗെയിം. ഇത് ലാഡർ ഗെയിം എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് പറയാം, പേര് പറയാം. എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റൽ എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടീച്ചർ പറയുന്നത് എങ്കിൽ ഗ്രൂപ്പിൽ നമ്മളിങ്ങനെ വേർഡ് വെബ് പോലെ അതിനോട് കണക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ എന്ന വേർഡിനെ കണക്ട് ചെയ്തിട്ട് കുട്ടികൾ ഓരോ ഗ്രൂപ്പിനും ഓരോ വേർഡ് പറയാനായിട്ട് അവസരം നൽകാം. അങ്ങനെ പറഞ്ഞ് ഏത് ഗ്രൂപ്പിനാണോ അവസരം കിട്ടാതെ വരുന്നത് ആ ഗ്രൂപ്പ് ഔട്ടാകുന്നു. അങ്ങനെ നമുക്ക് വേർഡ് വെബ് ആണ് സംഭവം. പക്ഷെ നമ്മൾ വേർഡ് വെബ് എന്ന് പറയുമ്പോൾ കുട്ടികൾ അത് പഠിക്കുകയാണ്. ടീച്ചർ അങ്ങനെ വരച്ചു കൊടുക്കുന്നു, ഓരോ വേർഡ്സ് പറയുന്നു, കുട്ടി പഠിക്കുന്നു. ഇത് കുട്ടികൾ തന്നെ ആലോചിച്ച് ആ വേർഡ്സ് കണ്ടെത്തും. ചിലപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് അറിയില്ലായിരിക്കും, അത് ടീച്ചറോട് ചോദിക്കാം, കാരണം ചെറിയ കുട്ടികളാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ്, അതാണ് മറ്റൊരു ഗെയിം. അത് സ്പീക്കിംഗ് ഗെയിമിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതിനെ തുടർന്ന് അവർ അതിൻ്റെ സ്പെല്ലിങ്ങും പഠിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് സ്പീക്കിംഗ് ഗെയിമിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ഇത്. 2ാമത്തേതാണ് സ്പെല്ലിംഗ് ഗെയിം എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് ഗെയിം വളരെ രസകരമായിട്ടുള്ള ഗെയിംസ് ആണ് സ്പെല്ലിംഗ് ഗെയിംസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടീച്ചർ ഒരു വേർഡ് പറയുന്നു, ആ ഒരു വേർഡിന്റെ ലാസ്റ്റ് ലെറ്റർ വെച്ച് അടുത്ത വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ബെഞ്ച് വൈസ് ആയിട്ട് കളിക്കാം. ഗ്രൂപ്പ് ആക്കുമ്പോൾ ഒരുപാട് കുറെ കുട്ടികൾക്ക് ഒരു വേർഡ് അത്രേ വരുള്ളൂ. ബെഞ്ചായിട്ട് കളിക്കാം. അപ്പോൾ ചെറിയ ബെഞ്ചുകളായിരിക്കും, 2-3 കുട്ടികളായിരിക്കും ഒരു ബെഞ്ചിൽ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ കളിക്കാം. ടീച്ചർ ബുക്ക് ഒരു വേർഡ് പറയുന്നു, അപ്പോൾ ലാസ്റ്റ് ലെറ്റർ കെ വെച്ചിട്ട് നെക്സ്റ്റ് ബെഞ്ചിൽ നിന്ന് കൈറ്റ്. ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്ന വേർഡല്ല, ലാസ്റ്റ് ലെറ്റർ ഇ വെച്ച് അടുത്ത ബെഞ്ചിൽ പറയാം. എഗ്ഗില് ലാസ്റ്റ് ലെറ്റർ ജി വെച്ചിട്ട് ഗോട്ട്. ലാസ്റ്റ് ലെറ്റർ ടി വെച്ച് ട്രീ. ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പിന്നെ ഒരു വട്ടം പറഞ്ഞത് വീണ്ടും പറയരുത്. ഇത്തരം നിയമങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനൊരു ഗെയിം കളിക്കാം. വളരെ രസകരമായിട്ടുള്ളതുമാണ്. സ്പെല്ലിങ്സ് കുട്ടികൾ ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ ഇത് എഫക്റ്റീവാണ്. അതുപോലെ തന്നെ അവർക്ക് സ്പെല്ലിംഗ് ഗെയിമിൽ കൊടുക്കാവുന്ന ഒന്നാണ് മേക്കിംഗ് മെനി വേർഡ്സ് ഫ്രം വൺ വേർഡ്. അതായത് ഒരു വേർഡ്, അത്യാവശ്യം ലെറ്റേഴ്സ് വരുന്ന ഒരു വേർഡ് കൊടുക്കുക, അത് ബോർഡിൽ എഴുതി കൊടുക്കാം. എന്നിട്ട് അവരോട് ആ വേർഡിൽ നിന്ന് ചെറിയ മറ്റു വേർഡ്സ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഗെയിംസ് ആണ്. പക്ഷെ ഇത് സ്പെല്ലിംഗ് ഗെയിമാണ്, സ്പീക്കിംഗ് ഗെയിമാണ് എന്നറിയാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി പോയാൽ മതി. മദർ എന്നുള്ളൊരു വേർഡാണ് കൊടുക്കുന്നതെങ്കിൽ അത് വെച്ചിട്ട് മോത്ത്, അതർ, ഹോട്ട്, ഹെർ, ഇങ്ങനെ ഡിഫറെന്റ് വേർഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വേർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിന് ഗിഫ്റ്റ് എന്നുള്ള തരത്തിൽ ഈ ഒരു ഗെയിം നമുക്ക് കളിക്കാം. ഇത്തരം ഗെയിംസ് ഒക്കെയാണ് നമുക്ക് പറയാൻ ഈസി ആയിട്ട്
നമുക്ക് പറയാനും പറ്റും, അത് എഫക്റ്റീവായിട്ട് ആരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ള ഗെയിംസ് ആണ്. ഇനി മറ്റൊരു ചോദ്യം, നമ്മുടെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. റാണി ജോർജ് ആണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി എന്നത്. അതുപോലെ മറ്റൊരു ചോദ്യം ചോദിച്ചത് മിഡ് ഡേ മീലിനെ പറ്റിയിട്ടാണ്. മിഡ് ഡേ മീൽ എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു കുട്ടിക്ക് എത്ര രൂപയാണ് പ്രൈമറി ക്ലാസ്സിൽ അനുവദിച്ചിട്ടുള്ളത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മിഡ് ഡേ മീൽ 6.19 6.19 രൂപ 19 പൈസ 6 രൂപ 19 പൈസ അങ്ങനെ 6 രൂപ 19 പൈസയാണ് ഒരു കുട്ടിക്ക് പ്രൈമറി ക്ലാസ്സിൽ മിഡ് ഡേ മീലിന് അനുവദിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം നമ്മുടെ ദിനാചരണങ്ങളെ പറ്റിയിട്ടാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, നിങ്ങൾ നോക്കി വെക്കുക. വായനാ ദിനം എന്നുള്ളത് PN പണിക്കരുടെ ഡെത്ത് ആനിവേഴ്സറി ആണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അധ്യാപക ദിനം സെപ്റ്റംബർ 5, ദേശീയ അധ്യാപക ദിനം ഒക്ടോബർ 5, ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11, അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം ജനുവരി 24, ലോക വിദ്യാർത്ഥി ദിനം ഒക്ടോബർ 5, അബ്ദുൽ കലാം സാറിൻ്റെ. അപ്പൊ ഈ ദിനാചരണങ്ങളും അതിൻ്റെ റീസൺസ് ചോദിക്കുന്നുണ്ട്. അതുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അതുകൂടി ജസ്റ്റ് ഒന്ന് നോക്കുക. അധ്യാപക ദിനങ്ങൾ, വിദ്യാഭ്യാസ ദിനം, വിദ്യാർത്ഥി ദിനം, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരിക ഒന്നായതുകൊണ്ടാണ് അതും കൂടി ഞാൻ ഉൾപ്പെടുത്തിയത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും മുഴുവൻ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. നല്ലൊരു ഇന്റർവ്യൂ നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി.